എല്ലാവർക്കും നമസ്കാരം. അക്ബർ ഖാൻ്റെ ചാറ്റൊക്കെ പുറത്തു വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കുറേയധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതേക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ സംസാരിക്കാൻ വന്നത് എൻ്റെ ഒരു വേർഷനാണ്. ഈ ചാറ്റ് പുറത്ത് വിട്ടൊരു വ്യക്തി എന്ന് പറയുന്നത് ഫസ്മിന ജാക്കിറാണ്. ഫസ്മിനെ അറിയാത്ത മലയാളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുന്ന, ഇൻസ്റ്റഗ്രാമിലാണ് ഫസ്മിന കുറച്ചധികം ആക്റ്റീവായിട്ടുള്ളത്. ഫസ്മിനയുടെ ഇന്നലത്തെ കോണ്ടന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഫസ്മിന ഓൾറെഡി മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് റിലേഷനിലായിരുന്നു. ഞാൻ ആളുടെ പേരൊന്നും വലിച്ചഴിക്കുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. അതിനുശേഷം മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം കഴിച്ചു. ഇപ്പോൾ ആ ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എൻ്റെ കുടുംബം എന്തായാലും ഇങ്ങനെ ആയല്ലോ, അപ്പോൾ ഇനി നാട്ടിലുള്ള ആണുങ്ങളെ എല്ലാം അവിടെ എക്സ്പോസ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു നന്മമരമായിട്ടാണ് ഫസ്മിനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നന്മമരമായി നിൽക്കുന്ന ഫസ്മിന ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതും കൂടി ഒന്ന് സംസാരിക്കാനുണ്ട്. ഒരു കുടുംബം കലക്കി ആയിട്ടാണ് എനിക്കിപ്പോൾ ഫസ്മിനെ തോന്നുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പേരിലേക്കൊക്കെ ഈ വീഡിയോ എത്തും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഫസ്മിന ഇന്നലെ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് എക്സ്പോസിങ് അക്ബർ ഖാൻ എന്ന് പറഞ്ഞിട്ടാണ്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അക്ബറിൻ്റെ ഭാഗത്ത് എവിടെയൊക്കെയോ കുറച്ച് തെറ്റുകൾ അല്ലെങ്കിൽ ശരിയല്ലായ്മകൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഫസ്മിന ചെയ്ത ചില കാര്യങ്ങൾ ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്മിന ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന്, തൻ്റെ കുടുംബം ഇല്ലാണ്ടായി, അപ്പോൾ മറ്റൊരുത്തൻ്റെ കുടുംബവും കൂടി അങ്ങനെ ഇല്ലാണ്ടാക്കിയേക്കാം. അങ്ങനൊരു ചിന്ത ഫസ്മിനയുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം. രണ്ടെന്ന് പറയുന്നത്, ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്മിന ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലാദ്യം ടിൻഡർ ആപ്പിനെ കുറിച്ചാണ് ഫസ്മിന സംസാരിക്കുന്നത് ഈ വീഡിയോയ്ക്കകത്ത്. ടിൻഡറിനകത്ത് കയറിയതുകൊണ്ടാണല്ലോ ഫസ്മിനിക്ക് അത് മനസ്സിലായതല്ലേ. ഫസ്മിന ടിൻഡർ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഫസ്മിനിക്ക് അത് പറയാൻ പറ്റില്ല. എന്താണ് ടിൻഡർ, ആരൊക്കെയാണ് ടിൻഡറിനകത്തുള്ളത് എന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഫസ്മിന അത് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അക്ബറിന്റെ പോർഷനാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിന് മുൻപായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫസ്മിന എന്താണ് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത്, അക്ബറിനെ എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ്പോസിങ്ങിന്റെ കാലമാണല്ലോ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എ റിയൽ ലൈഫ് എക്സാമ്പിൾ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം അറിയുന്ന അക്ബർ ഖാൻ ഈ വർഷം ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആൻഡ് ഫിനാലയിൽ വരെ എത്തിയ ആളാണ്. സോ വെരി പോപ്പുലർ. ആൻഡ് ഈ വീഡിയോ കാണുന്നവരിൽ കുറേ പേര് പുള്ളിയുടെ ഫാൻസും ഉണ്ടാവും. അതും ഞാൻ അഡ്മയർ ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് വെരി ട്രൂലി സ്പീക്കിംഗ്, എനിക്ക് ഞാൻ പുള്ളിയുടെ ഫാൻ അല്ല, എനിക്ക് പുള്ളിയുടെ ഗെയിംസ് ഒക്കെ ഇഷ്ടമായിരുന്നു. എനിക്ക് പുള്ളിയുടെ അതിൻ്റെ അകത്തുള്ളൊരു സംഭവം, ഗെയിം പ്ലേ സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമായിരുന്നു. പുള്ളിയുടെ പാട്ടും എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഞാൻ അക്ബറിനെയും പിന്നെ എനിക്കിഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, റെന, പിന്നെ ആദില, നൂറ, എനിക്കിങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫേവററ്റിസം ഉണ്ടായിരുന്നു. അപ്പം അതിലൊന്നാണ് അക്ബർ. ഐ വാസ് ഫാൻ. ആദ്യമേ ഫസ്മിന പറയുന്നു, ഫസ്മിന അക്ബറിന്റെ ഫാൻ അല്ല, പക്ഷേ അക്ബറിന്റെ ഗെയിം ഇഷ്ടമായിരുന്നു, അക്ബറിനെ ഇഷ്ടമാണ്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് ഫസ്മിന പറഞ്ഞ പോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ തോട്ട് പ്രോസസ്സിൽ നിന്നാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, എൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഫസ്മിന അങ്ങനെ സംസാരിക്കാനുള്ള റീസൺ, എനിക്ക് തോന്നിയൊരു കാര്യം, ഫസ്മിനയ്ക്ക് അക്ബറുമായിട്ട് യാതൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അക്ബറിനെ ഇഷ്ടമായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വന്നത് എന്ന രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ കൺവിൻസ്ഡ് ആവണം, അതിനു വേണ്ടിയാണ് ഫസ്മിന ഈ ഒരു പോയിന്റ് എടുത്ത് സംസാരിച്ചതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി നോക്കാം. നോട്ട് എ ഫാൻ ബട്ട് ഐ ലൈക്ക് ദിസ് ഗെയിം. അപ്പം പുള്ളിനെ പറ്റിയാണ് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്, ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ തോന്നും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ട് എന്നൊന്നും വിചാരിക്കരുത്. ഇത് അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അക്ബർ ഖാൻ. ബട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ, അക്ബർ ഖാൻ്റെ പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്, ഹി ഹാസ് ദിസ് ടിൻഡർ പ്രൊഫൈൽ. ഇതാണ് പുള്ളിയുടെ ടിൻഡർ പ്രൊഫൈൽ. ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ചു തന്നെയാണ്. അപ്പം ഈ ടിൻഡർ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇസ് ദിസ് അക്കൗണ്ട് ഫേക്ക്? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ചു തന്ന പ്രൊഫൈൽ എന്നാണ് ആര് പറയുന്നത്, ഫസ്മിന പറയുന്നത്. ഓക്കെ, ഇത് ഫേക്ക് ആയിക്കൂടെ? എന്തിനാണ് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഒന്ന് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുന്നവർക്ക് അവിടെ മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബ്ലൂ ടിക്ക് ഉണ്ട്. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്സിൻ്റെ ഒക്കെ ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫേക്ക് ഫേസ് വെച്ചിട്ട് കുറേ പണ്ട് നമുക്ക് നമ്മുടെ അല്ലാത്ത ഫേസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ നിന്ന് കുറേ സ്കാമും സീനും ഒക്കെ വന്നിട്ടാണ് ഇപ്പോൾ ടിൻഡറും ബമ്പിളും ആയിരിക്കുമൊക്കെ വളരെയധികം സെക്യൂരിറ്റി അവരുടെ കൂട്ടി. ആ സെക്യൂരിറ്റി കൂട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ഹാവ് യുവർ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ. അത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഫേസ് ഐ ഡിയുടെ വെരിഫിക്കേഷൻ വരും. ആ ഫേസ് ഐ ഡി നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ആധാർ നമ്പർ കൊടുക്കണം. ആധാർ നമ്പർ, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ സംഭവത്തിന്. ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്. ഫസ്മിന കുറച്ച് കാലമായിട്ട് അപ്പോൾ ടിൻഡർ കിടന്ന് വിളയാടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുമോ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, കാരണം അത് ഫസ്മിനയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ അക്ബറിൻ്റെ കാര്യം ഫസ്മിനയ്ക്ക് എടുത്ത് സംസാരിക്കാം എന്നതുപോലെ തന്നെ നമുക്കും പറയാം. പക്ഷേ എന്നാൽ പോലും അത് ഫസ്മിനയുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ബാക്കി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ബ്ലൂടിക് ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൂടിക് ഉണ്ടെങ്കിൽ ദാറ്റ് ഐ ഡി ഈസ് ഒറിജിനൽ, ഫേക്ക് ഒരു ഐ ഡിയേ അല്ല.
അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് അലിഗേഷൻ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് ഓക്കെ, ടിൻഡർ എടുക്കുന്നു, ടിൻഡർ അക്ബർ എടുത്തു കഴിഞ്ഞ് യു സ്വൈപ്പ് എ പേഴ്സൺ, അതായത് ഒരു ഗേളിനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്ത് മാച്ചായി കണക്റ്റ് ആക്കി. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവരുടെ ചാറ്റാണ്, ഫസ്റ്റത്തെ ചാറ്റാണ് ഞാനിവിടെ ഇടുന്നത്. ഈ ഫസ്റ്റത്തെ ചാറ്റിൽ നിങ്ങൾക്ക് കാണാം ആ കുട്ടി ചോദിച്ചേക്കുകയാണ് ഇസ് ദിസ് റിയൽ. അപ്പം റിപ്ലൈസ് ആണ്, യെസ്. ഓക്കെ, ഇനി ആ കുട്ടി എന്തിനാണ് അങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് യു സി എ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, അക്ബർ ഖാൻ അങ്ങോട്ടല്ല മെസ്സേജ് അയച്ചേക്കുന്നത്. ഫസ്റ്റിനോട് പറയുന്നത് ടിൻഡർ അക്ബർ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടികളുമായിട്ട് സ്വൈപ്പ് ചെയ്തു, അതിനുശേഷം അവരുടെ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ചാറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ആ പെൺകുട്ടിയാണ്. പക്ഷേ ഇവിടെ പുറത്തു വരുന്ന പേര് ആരുടെയാണ്? അക്ബർ ഖാൻ്റെ പേര് മാത്രമാണ്. പെൺകുട്ടി ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്മിന കോണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രാപ്പ് ആയിരുന്നു ഇതെന്ന്. അതിനകത്ത് അക്ബർ നൈസായിട്ട് പോയെന്ന് വീണ് കൊടുത്തു. നമുക്ക് ബാക്കി കേൾക്കാം. വെരി പബ്ലിക് ഫിഗർ, അതായത് നമുക്കറിയുന്ന, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കും, നമ്മൾ അത്ര അറിയുന്ന ആരാധിക്കുന്ന ഒരാൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പിലൊക്കെ കാണുമ്പോഴത്തേക്കും വി ആർ വെരി ക്യൂരിയോസിറ്റി ഭയങ്കര എക്സ്ട്രീമാണ്. അപ്പോൾ നമുക്ക് ഇത് ഒറിജിനൽ ആണോ എന്നറിയാനുള്ള ആകാംക്ഷ അതിലും കൂടുതലായിരിക്കും. ഇത് ടിപ്പിക്കൽ ഒരു ബിഹേവിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാണ്ട് നത്തിങ് അൺയൂഷ്വൽ അല്ല. ഇത് ഫസ്മിന പറയുന്നത് ആ പെൺകുട്ടിയുടെ കാര്യമല്ലേ, ഫസ്മിനയുടെ കാര്യമല്ലല്ലോ. പക്ഷെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ആരാധന തോന്നിക്കഴിഞ്ഞാൽ പോയി സംസാരിക്കും, ചാറ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഫസ്മിനെ ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഫസ്മിന ആദ്യം പറഞ്ഞത് വേറൊരാൾ ഇന്നലെ, അതായത് ഈ വീഡിയോ ചെയ്തതിൻ്റെ തലേ ദിവസം ഫസ്മിനയ്ക്ക് അയച്ചു കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഫസ്മിന സംസാരിക്കുന്നത് എൻറ്റയർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഫസ്മിനെയാണ് അക്ബറിനോട് സംസാരിച്ചതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. ബാക്കി നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ്. സോ നമ്മൾ ചോദിച്ചു പോകും ഇസ് ദിസ് റിയൽ. നോർമലായിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന്, പുള്ളി യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്. അപ്പോൾ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പുള്ളി റെഡിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് എന്തിനാണ് പുള്ളി റെഡി ആവുന്നത്. പുള്ളി റെഡി ആവും, കാരണം അയാൾക്കൊരു ടിൻഡർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ, പ്രൊഫൈൽ ഉണ്ട്, അത് എന്തിനു വേണ്ടി എടുത്തു എന്നുള്ള ഒരു ചോദ്യം വരുന്നത് പിന്നെയാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒരു ടിൻഡർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അവിടെ വന്നൊരാൾ മെസ്സേജ് അയക്കുമ്പോൾ അത് ടിൻഡർ ആയിക്കോട്ടെ, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഏതോ ആയിക്കോട്ടെ, അത് ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ബാധ്യത അയാൾക്കുണ്ട്. കാരണം നാളൊരു സമയത്ത് ഇന്നൊരു ആളുടെ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ട് കേട്ടോ, അത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് അയാളും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ ഇത് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പക്ഷെ അക്ബർ ചെയ്തൊരു മണ്ടത്തരം ഇതിനകത്തുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ബാക്കിയേക്കാം. അല്ല ആസ് ഇൻ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഫസ്മിനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സെലിബ്രിറ്റി ഇമേജ് നിൽക്കുന്ന ഒരുപാട് പേരുടെ ഫേക്ക് പ്രൊഫൈലുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ആ പെൺകുട്ടി അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഈസ് ദിസ് റിയൽ എന്ന് ചോദിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് റിയൽ ആണ് എന്ന് പറഞ്ഞിട്ടും ഈ കുട്ടിക്ക് അത് വിശ്വാസമാവാത്തതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത്. അപ്പോൾ തിരിച്ച് അക്ബർ ചോദിക്കുകയാണ് ഞാനിത് റിയൽ ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്. അതിന് മറുപടിയും ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കാം. ലൈക്ക് ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് നമുക്ക് വിചാരിക്കാം. അപ്പോൾ പുള്ളി ഐഡൻറ്റിറ്റി ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹീ ഈസ് റെഡി, അതും ഓക്കെ. ഇനി നമുക്ക് അടുത്തലോട്ട് പോകാം. ദിസ് ഇസ് ദ തേർഡ് ചാറ്റിൽ അവൾ ട്രസ്റ്റ് എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന്. ആൻഡ് ഷീ ടോൾഡ് നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. ബട്ട് ഹി വാസ് ഓക്കെ ടു ഷെയർ ഹിസ് നമ്പർ. പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. അവിടെയാണ് അക്ബറിന് പറ്റിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് അവസാനിക്കുമായിരുന്നു. പക്ഷേ അക്ബർ അത് ചെയ്തില്ല. പകരം എൻ്റെ നമ്പർ ഞാൻ തരാം, നിങ്ങൾക്ക് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ നമ്പർ തരാം എന്ന് പറഞ്ഞു. അതൊരു മഹാ അപരാധമായിട്ടാണ് ഫസ്മിന ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്പർ കൊടുത്തത് തെറ്റ് തന്നെയാണ്. അക്ബറിനെ പോലെ ഒരാൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ ഒരു ഫിയാൻസി ഉണ്ട്. അപ്പോൾ ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനകത്ത് കയറുന്നത്. ഡേറ്റിംഗ് ആപ്പിൽ കയറുന്നത് തൈരും ചോറും കഴിക്കാൻ വേണ്ടി അല്ലല്ലോ, ഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അത് 100% തെറ്റ് തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല, 100% റോങ് തന്നെയാണ്. പക്ഷേ അക്ബറിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതറിയാത്തിടത്തോളം കാലം ഇവിടെ ശരിക്കും ഫസ്മിന ചെയ്തേക്കുന്നത് അക്ബറിൻ്റെ ഫാമിലീനെ ഇല്ലാണ്ടാക്കുന്ന ഒരു ലെവലിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്മിനയ്ക്ക് ഇത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഇത് ഫസ്മിനയ്ക്ക് വന്നൊരു എക്സ്പീരിയൻസ് അല്ല എന്ന് ഫസ്മിന പറയുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ പെൺകുട്ടി ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. ഇതിനകത്തും ഫസ്മിന പറയുന്നില്ല ആ പെൺകുട്ടി ആരാണെന്ന് പറയുന്നില്ല. ഇവിടെ അക്ബറിനെ മാത്രമാണ് എക്സ്പോസ് ചെയ്യുന്നത്. അങ്ങോട്ട് പോയിട്ട് ചാറ്റ് ചെയ്ത പെൺകുട്ടി ആരാണെന്ന് പറയുന്നില്ല. എന്തിനു വേണ്ടി ആ പെൺകുട്ടി അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ പോയി? ടിൻഡറിനകത്ത് ആ പെൺകുട്ടിയും തൈരും ചോറും കഴിക്കാൻ പോയതല്ലല്ലോ. ഇനി എന്തുകൊണ്ട് അക്ബറുമായിട്ടുള്ള ചാറ്റ് നിർത്തി, കണ്ടിന്യൂ ചെയ്തില്ല? അതിലേക്കാണ് നമ്മൾ വരുന്നത്. അത് കേൾക്കാം. അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ്, നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ഇത്രയും പബ്ലിക്കലി ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കോ, ഒറിജിനലി നമ്പർ ഷെയർ ആക്കോ എന്ന് നമുക്ക് തോന്നും. ബട്ട് യെസ്, അല്ല, വീണ്ടും ഫസ്മിന പറയുന്നു എനിക്ക് തോന്നുന്ന ഡൗട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ്. ഈ ഫസ്മിനയ്ക്ക് തോന്നാനായിട്ട് ആ പെൺകുട്ടിക്കല്ലേ തോന്നേണ്ടത്? ഫസ്മിനയ്ക്ക് എന്താ തോന്നുന്നത്? ഫസ്മിനയാണോ പെൺകുട്ടി? എൻ്റെ സംശയം വീണ്ടും വീണ്ടും ബലപ്പെടുകയാണ്. ഫസ്മിനയാണോ പെൺകുട്ടി? കോണ്ടന്റിന് വേണ്ടി ഒരു സെലിബ്രിറ്റിയുടെ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ അതിനകത്ത് ചാറ്റ് ചെയ്ത് നോക്കി അതിൽ നിന്ന്
കിട്ടിയ കുറച്ച് കോഴിപ്പൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് വെതറുന്ന ഒരു പരിപാടിയല്ല ഇത്. എനിക്ക് തോന്നുകയാണേ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. ബാക്കി ഹി ഷെയർഡ് ഹിസ് നമ്പർ. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു 2 മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ തെറ്റാണ്, 100% തെറ്റാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാമിലി ഫിയാൻസി ഒക്കെ ഉള്ള ഒരു വ്യക്തി ഇതുപോലൊരു ഡേറ്റിംഗ് ആപ്പിൽ പോയിട്ട് ജസ്റ്റ് പരിചയപ്പെട്ട ഒരാൾക്ക് നമ്പർ ഷെയർ ചെയ്യുക, കൂടുതൽ പരിചയപ്പെടേണ്ടതല്ലേ എന്നൊക്കെ പറയാന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ഇത് ഫസ്മിനയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതി വേറെ ഒന്നും ഉണ്ടായിരുന്നു. ഈ ചാറ്റിനകത്ത് വേറെ വൾഗറായിട്ടൊന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മോശമായിട്ടൊരു ചാറ്റോ ആ ലെവലിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്മിനയ്ക്ക് ഇത് നൈസായിട്ട് ഈ പറയുന്ന അക്ബറിൻ്റെ ഫിയാൻസി അറിയിക്കാമായിരുന്നു. അവരോട് കാര്യം പറഞ്ഞിട്ട് അവരിൽ തീർക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് ആ ഒരു കുടുംബത്തെ വരെ, ഇപ്പം അയാളുടെ കല്യാണം എന്തോ കഴിയാൻ നിൽക്കുകയാണ്, കഴിഞ്ഞിട്ടേ ഉള്ളൂ, കല്യാണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന ലെവലിലാണ് ഫസ്മിനെ ഇവിടെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിത് ബാക്കി കാണാം. ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ ചാറ്റ് ഞാനിവിടെ 4ാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ. ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീ ഈസ് എ വെരി നോർമൽ ഗേൾ. അപ്പോൾ ബിസിനസ് പരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇത് ഓക്കെ, ഇതിപ്പം ഫസ്റ്റിനെ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം വെച്ചാൽ അക്ബറിനെ പോലെ ഒരാൾ, ഇത്രയും പോപ്പുലറായ ഒരാൾ, ഫിയാൻസി അല്ലെങ്കിൽ ഒരു വൈഫ്, ആ ലെവലുള്ള ഒരു ഒരാൾ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ട് മറ്റൊരു പെൺകുട്ടിയോട് നമ്പർ കൊടുക്കുക, നമ്മൾ കൂടുതൽ അടുത്തറിയേണ്ടതല്ലെന്ന് പറയുക, അത് തെറ്റ് തന്നെയാണ്. ഒരു സംശയവുമില്ല, അത് തെറ്റ് തന്നെയാണ്. അക്ബറിന് പാളിപ്പോയതും അവിടെയാണ്. ഫസ്മിനയുടെ ഒരു ഏരിയയായിട്ട് അക്ബർ മാറാനുള്ള കാരണവും ഈ നമ്പർ കൊടുത്തിട്ട് ഇത്തരം സംസാരങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ്. ഇനി അക്ബർ എൻ്റെ അമ്മാവൻ്റെ മോനൊന്നുമല്ല എനിക്ക് വെളുപ്പിക്കാനായിട്ട്. എനിക്ക് അക്ബറിനെ വെളുപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അക്ബർ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എക്സ്പോസ് ചെയ്യാൻ ഫസ്മിനയ്ക്ക് എന്താണ് റൈറ്റ്? അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ചധികം സംസാരിക്കാനുണ്ട്. ഇത്തരത്തിലൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളവിടെ വെടിപ്പായിരിക്കണമല്ലോ. ഇപ്പോൾ ഈ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം കെങ്കേമന്മാരാണ്, അല്ലെങ്കിൽ കെങ്കേമികളാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഫസ്മിന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ബാക്കി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഇനി നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഹി ഹാസ് എ ഫിയാൻസെ. അതിപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പുള്ളിക്കാരി ആ എപ്പിസോഡിൽ വരികയും പുള്ളിനെ കെട്ടിപ്പിടിക്കുകയും അവർ തമ്മിൽ കുറേ പുള്ളിക്കറിയൊക്കെ ചെയ്തായിരുന്നു തോന്നുന്നു, മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന, അത്രയും കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ഒരാൾ ടിൻഡറിലൊക്കെ കയറി ഇങ്ങനെ ഒരാൾ പരിചയപ്പെടാൻ നമ്പർ കൊടുക്കാൻ ഒറ്റയടിക്ക് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. സോ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്സ് എ നൈസ് ഐഡിയ. പിന്നെ പുള്ളി നമ്പർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ ആണോ എന്ന് എന്നെ നോക്കാൻ വേണ്ടിയിട്ട്, ഇത്രയൊക്കെ ആയിട്ടും ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കയറി നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ DPയും ഇതും വന്നു. ട്രൂ കോളർ നോക്കി, ട്രൂ കോളറിലും അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഷീ വെൻ്റ് ഇൻ ടു ഹിസ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്ന് അറിയണം എന്നില്ല. പുള്ളിനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്, പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോ ഹർ ഫോട്ടോ, അവളുടെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്കും പുള്ളിനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമിൽ. അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആൻഡ് ദെൻ ഷീ സെൻഡ് ദിസ് ലാസ്റ്റ് കോൺവെർസേഷൻ. അതായത് ഷീ സെഡ് എ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തു. ഇത് കണ്ടിട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ ഓൾ ഹി സെഡ് വാസ് താങ്ക് യു. അതായത് പുള്ളിക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ, പുള്ളി മാരീഡ് ആണോ അല്ലെങ്കിൽ പുള്ളിക്ക് ഒരാളുണ്ടെന്ന് അറിഞ്ഞല്ലോ, അതിലൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. ഹി വാസ് വെരി കാം. ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്തതിന് ഒരു താങ്ക് യു പറഞ്ഞിട്ട് പുള്ളി അവളെ റിമൂവ് ചെയ്തു, ടിൻഡറിൽ നിന്ന് റിമൂവ് ചെയ്തു. അല്ല, ഈ പെൺകുട്ടി അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്ത് അക്ബറുമായിട്ട് സംസാരിച്ച് അവസാനം ഫിയാൻസി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ ചാറ്റ് എൻഡ് ചെയ്തു. മുന്നോട്ട് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയിട്ട് എൻഡ് ചെയ്തു. അതല്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി എന്ത് ചെയ്യുമായിരുന്നു? ഈ ചാറ്റ് കണ്ടിന്യൂ ചെയ്ത് അത് വേറെ ലെവലിലേക്ക് എത്തുമായിരുന്നു എന്നാണ് ഫസ്മിന പറഞ്ഞു വെക്കുന്നത്. അതിലേക്ക് തയ്യാറെടുത്തത് ആരാണ്? ആ പെൺകുട്ടി അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തതിന് പ്രശ്നമില്ല ഫസ്മിനയ്ക്ക്. പെണ്ണ് ചെയ്യുന്നതെല്ലാം ശരിയാണ്. പെണ്ണ് എന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടാണ്ട് മൗനം പഞ്ചിച്ചിരുന്നോണം. ഈ പറയുന്ന പെൺകുട്ടി ഫസ്മിനയ്ക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് ഈ സ്ക്രീൻഷോട്ടുകൾ കൊടുത്തെന്നാണ് ഫസ്മിന പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്മിന എപ്പോഴാണ് അക്ബറിനെ കോൺടാക്ട് ചെയ്യുന്നത്? ത്രൂ വാട്സാപ്പ്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഒഴിവാക്കി വിട്ടു. സോ ഇതും നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നുമായിരിക്കും. ആൻഡ് വാട്ട് ഇഫ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, വാട്ട് ഇഫ് അവളത് കണ്ടുപിടിച്ചില്ല, ആ ചാറ്റ് ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്? അതായത് നമ്പർ വരെ പുള്ളി കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്? അത് ലീഡ് ഓൺ ചെയ്യാത്തതുകൊണ്ടല്ലേ അത് അവിടെ തന്നെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. എവിടം വരെ പോവായിരുന്നു? ആ പെണ്ണ് എവിടെ വരെ പോകാൻ തയ്യാറാവുമായിരുന്നു? അതിന് പ്രശ്നമില്ലേ? അല്ല, എനിക്ക് അറിയാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അവന് ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഫിയാൻസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ ആ ചാറ്റ് അവിടെ നിർത്തി. അതില്ലായിരുന്നെങ്കിൽ ആ പെണ്ണ് ആ ചാറ്റ് എവിടെ വരെ കൊണ്ടുപോകുമായിരുന്നു? മറുപടി ഉണ്ടോ ഫസ്മിനിക്ക്? അല്ല, തെറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരും തെറ്റുകാരാവുമല്ലോ. അല്ലാണ്ട് ആണ് മാത്രം തെറ്റ് ചെയ്യുന്നു, പെണ്ണിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഫസ്മിനെ ഇത് അക്ബറിനെ എക്സ്പോസ് ചെയ്യാൻ ഉപയോഗിച്ച ട്രാപ്പ് അല്ലെങ്കിൽ ആ പെൺകുട്ടി നല്ലവളാണോ? അല്ലെങ്കിൽ ഫസ്മിന് ആ പെൺകുട്ടിയുടെ പേരും കൂടെ പറയണമായിരുന്നു. ഇത് ഇന്ന ആളാണ്,
അക്ബറിനോട് ചാറ്റ് ചെയ്തത്? എന്തേ ആണിൻ്റെ പേര് മാത്രം പുറത്ത് പറയുന്നത്? ആണിനെന്ത് മാനമില്ലേ, വിലയില്ലേ? പെണ്ണിന് മാത്രമേ ഈ സാധനം ഉള്ളൂ? ഇവിടെ ആണും പെണ്ണും ഒരുപോലെ തെറ്റുകാരല്ലേ? പിന്നെ അക്ബറിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു ഫിയാൻസി ഇരിക്കവേ മറ്റൊരു പെൺകുട്ടിക്ക് നമ്പർ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും തുടർന്ന് പരിചയപ്പെടേണ്ടവരല്ലേ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ്, ആ ഒരു കാര്യം അല്ലാണ്ട് ഇവിടെ മോശമായിട്ടൊന്നും അക്ബർ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് നൈസായിട്ട് അക്ബറിൻ്റെ വൈഫിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ അറിയിച്ചിട്ട് ഈ വിഷയം അവരിലൂടെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇതൊരു കുടുംബകലഹമാക്കി മാറ്റാനാണ് ഫസ്മിന ശ്രമിച്ചത്. തൻ്റെ ഫാമിലിയെ പോയി, എന്നാൽ നാട്ടുകാരുടെ ഫാമിലി കൂടെ അങ്ങ് പോകട്ടെ എന്നങ്ങനെ ആശാത്തി തീരുമാനിച്ചു. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വരുന്നൊരു കാര്യമാണ് എന്താ, രണ്ട് കൈയും കൂട്ടിയിടിച്ചാലല്ലേ ഒച്ച കേൾക്കുമെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ദർ ആർ എക്സെപ്ഷണൽ കേസസ്. അതായത് പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ആൾക്കാർ ആരാന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആൾ ഒറിജിനൽ ആണെന്ന് അറിയാൻ നമ്മൾ ചാറ്റ് ചെയ്യും. അല്ലാണ്ട് രണ്ട് കൈയും ആ കുട്ടി ചാറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇതാക്കി പോയത്, അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടല്ലേ മെസ്സേജ് അയച്ചത് എന്ന് പറയുന്നവരോടാട്ടോ ഞാനിത് പറയുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഷീ വോണ്ടഡ് ടു നോ ഇസ് ദിസ് ഒറിജിനൽ ആൻഡ് പുള്ളി ഒറിജിനലി ഡേറ്റിങ്ങിലോട്ടാണോ മൂഡ് പോകുന്നത്, അതാണ് താല്പര്യം, എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, ഓജി ആണോന്ന് മെയിനായിട്ട് നോക്കാനാണ് പുള്ളിക്കാർ മെസ്സേജ് അയച്ചത്. പിന്നെ ഞാൻ ഒരു ചൊല്ലി കേട്ടിട്ടുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും. ഓക്കെ, മുട്ടുവിൻ തുറക്കപ്പെടും. ഓക്കെ, ഈ മുട്ടാൻ പോയിട്ടല്ലേ ആ ഡോറ് തുറക്കാണ്ടോ ഇരിക്കുന്നത്? എന്തിനാണ് മുട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ചോദിക്കേണ്ടത് ആ പെണ്ണിനോടല്ലേ? അവളല്ലേ മുട്ടിയത്? ഹായ് പറഞ്ഞിട്ട് ഇത് ഈസ് ദിസ് റിയൽ എന്ന് പറഞ്ഞ് പോയത് ആരാണ്? മുട്ടിയത് ആരാണ്? അവളല്ലേ? ആണോ അല്ലയോ? അവൾ മുട്ടിയത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് ചാറ്റ് വന്നത്. അവൾ മുട്ടാതിരുന്നെങ്കിൽ ആ ചാറ്റ് വരുമായിരുന്നോ? അപ്പോൾ പെണ്ണ് പുണ്യാളത്തി, പതിവ്രത, ആണ് കോഴി, കാമഭ്രാന്തൻ. ഞാൻ പറഞ്ഞല്ലോ, അക്ബറിന് ഞാൻ വെള്ള പൂശുന്നതോ അല്ലെങ്കിൽ അക്ബർ പറയുന്നത് ചെയ്തത് ശരിയാണെന്നോ ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ രണ്ട് കൈ കൂട്ടിമുട്ടിയാൽ മാത്രമേ ശബ്ദം ഉണ്ടാവത്തുള്ളൂ, അല്ലാണ്ട് ശബ്ദം ഉണ്ടാവില്ല. ഫസ്മിനയുടെ വിചാരം എല്ലാവരും ഫസ്മിനയുടെ ലല്ലുവിനെ പോലെയാണെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അക്ബർ നമ്പർ കൊടുത്തു, ആ കുട്ടി അക്ബറിനോട് പറഞ്ഞു ഈ ചാറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നപ്പം അക്ബർ ഓക്കെ ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞ് വിട്ടു. അല്ലാണ്ട് നിർബന്ധിച്ച് പിടിച്ച് നിർത്തുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ തെറി പറയോ ഫസ്മിനെ പോലെ തെറി പറയോ ഒന്നും അക്ബർ ചെയ്തിട്ടില്ല. ഫസ്മിനയുടെ ചില മൊഴി മുത്തുകൾ ഞാൻ കണ്ടു. എൻ്റെ പൊന്നോ, ആണുങ്ങൾ പോലും ഇമ്മാതിരി സംസാരിക്കില്ല. അതിലേക്ക് നമുക്ക് വരാം. ദാറ്റ് ഇസ് മൈ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മുട്ടുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യമില്ലേ വാട്ട് എവർ, നിങ്ങൾ എന്ത് ഐഡിയയ്ക്ക് വേണ്ടിയാണ് ടിൻഡർ ഡൗൺലോഡ് ചെയ്തെങ്കിലും നിങ്ങൾ മുട്ടുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ പിന്നെയും തൻ്റെ ആ കൂട്ടുകാരിയാണെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കും എന്തിനാ മുട്ടാൻ പോയതെന്ന്. അവളെന്താ മുട്ടിയതല്ലേ? അല്ല, എനിക്കറിയില്ല. അവൾ പിന്നെ എന്താ അവിടെ കാണിച്ചത്? ചോറും കറി ഉണ്ടോ നോക്കാൻ പോയതാണോ? ഒന്നും അല്ലല്ലോ, മുട്ടി നോക്കി തന്നെയല്ലേ. അപ്പോൾ അവൾ പതിവ്രത. സംശയങ്ങളുണ്ട്. സോ ആസ് ഐ ടോൾഡ്, ഇതെൻ്റെ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ടെക്സ്റ്റാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അക്ബർ അല്ലേ ബിഗ് ബോസിൽ? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് മുന്നേ ഫസ്മിന പറഞ്ഞു ഈ ചാറ്റ് കിട്ടിയത് തലേ ദിവസമാണ്. ഓക്കെ, തലേ ദിവസം ചാറ്റ് കിട്ടി, ഏതാ സ്ക്രീൻഷോട്ട്സ് കിട്ടി, ഈ നമ്പറും അപ്പോൾ തലേ ദിവസം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഫസ്മിന എപ്പോഴാണ് അയാളെ കോൺടാക്ട് ചെയ്യുന്നത്? ഈ അക്ബറിനെ കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പിലൂടെ. അതാണ് നമുക്ക് നോക്കേണ്ടത്. നിന്നിട്ടുള്ള അക്ബർ അല്ലെന്ന് ചോദിച്ചപ്പോൾ പുള്ളി യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴും പുള്ളി കൺഫേം ചെയ്തിരിക്കുന്നു. ഇത് കഴിഞ്ഞാണ് മുട്ടൻ കോമഡി സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ചോദിക്കാൻ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനല്ലേ കുറച്ച് മുന്നേ എനിക്ക് നമ്പർ തന്നതെന്ന്. അതായത് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി വിചാരിച്ചത് ടിൻഡർ വഴി പരിചയപ്പെട്ടത് എന്നെയാണ്, എനിക്കാണ് പുള്ളി നമ്പർ ഷെയർ ചെയ്തതെന്ന്. ഓ മൈ ഗോഡ്, എന്താ പറയുക, ഒന്നും പറയാനില്ല എനിക്ക് ആ കാര്യത്തിൽ. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു, ഞാൻ ആ ആളല്ല. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഐ എക്സ്പോസ് പീപ്പിൾ. അത് കഴിഞ്ഞ് പുള്ളിയുടെ അനക്കം കേട്ടിട്ടില്ല. പുള്ളി ഒരു റിപ്ലൈ. എന്തിനു റിപ്ലൈ തരണം? എന്തേ നിനക്ക് അതെടുത്ത് വീണ്ടും എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയോ? അക്ബർ ഇങ്ങനെയാണ് എന്നോട് ന്യായീകരിച്ചത് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയോ? അതിൻ്റെ ആവശ്യമില്ല. അവൻ ചെയ്തത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. എനിക്കിവിടെ ഫീൽ ചെയ്യുന്നൊരു കാര്യം, ടു ബി ഫ്രാങ്ക്, ഫസ്മിനെ ഇതൊരു കോണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്തു, അത്ര തന്നെ. ഈ പറയുന്ന പ്രശ്നത്തെ കൂട്ടുകാരി പറഞ്ഞതാണോ, ഇനി ഫസ്മിനെ തന്നെ അക്ബറിനോട് ചാറ്റ് ചെയ്തതാണോ, ഇതൊക്കെ ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. പെട്ടെന്നൊരു പെൺകുട്ടി വരുന്നു, ടിൻഡറിൽ അക്ബറിൻ്റെ അക്കൗണ്ടിലെ ചാറ്റും സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് വരുന്നു, ഫസ്മിനെയോ കാണുന്നു, ഫസ്മിനയുടെ അത് കൊടുക്കുന്നു, ഫസ്മിനെ അവനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു വാട്സപ്പിൽ കൂടി. അവിടെ അക്ബർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കുറച്ച് മുൻപ് ഞാൻ തനിക്കല്ലേ നമ്പർ തന്നതെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ പെൺകുട്ടി ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്പം തന്നെ ഫസ്മിനിക്ക് അയച്ചോ? കാര്യം അക്ബർ ഈ ചാറ്റിനകത്ത് പറയുന്നുണ്ട്, ഈ വാട്സപ്പ് ചാറ്റിനകത്ത് പറയുന്നുണ്ട്, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, ഈ വാട്സപ്പ് ചാറ്റിനകത്ത് അക്ബർ പറയുന്നുണ്ട് തനിക്കല്ലേ കുറച്ച് മുന്നേ ഞാൻ നമ്പർ തന്നതെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ പെൺകുട്ടി അക്ബറോട് സംസാരിച്ച് ഓൺ ദ സ്പോട്ടിൽ ഫസ്മിനിക്ക് സ്ക്രീൻഷോട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഫസ്മിന വാട്സപ്പിലേക്ക് അക്ബറിന് മെസ്സേജ് അയച്ചു. എങ്കിൽ മാത്രമല്ല അല്പം മുൻപ് ഞാൻ നമ്പർ തന്ന ആളല്ലേ താൻ എന്ന് അക്ബർ ചോദിക്കുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഫസ്മിന തന്നെ അക്ബറിനോട് സംസാരിച്ചതായിരിക്കണം. എൻ്റെ ക്ലാരിറ്റി എന്താണെന്നുള്ള ഫസ്മിന തന്നെ ഒന്ന് പറയണം. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഇതൊക്കെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഫസ്മിനയ്ക്കുള്ളത്? കാരണം നാട്ടിലുള്ള കണ്ട ബെറ്റിംഗ് ആപ്പുകളെല്ലാം പ്രൊമോട്ട് ചെയ്ത് നടക്കുന്ന ഫസ്മിനയ്ക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള എന്ത് റൈറ്റ് ആണുള്ളത്? ആൾക്കാരെ എക്സ്പോസ് ചെയ്യുക. അപ്പോൾ ഫസ്മിന എത്രയോ പ്രാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ കാല് വെട്ടിമുറിച്ച് കളഞ്ഞേക്കാണ്. അപ്പോഴാണ് വിരലില്ലാത്ത ഒരാളെക്കുറിച്ച് വന്നിരുന്ന് അങ്ങോട്ട് കുറ്റം പറയുന്നത്. ഞാൻ ആ ഒരു ഇത് കാണിച്ചു, ആ വീഡിയോ കാണിച്ചു തരാം. ഫസ്മിന
ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ രീതി ഭയങ്കര രസമാണ്. മുൻപൊരിക്കൽ ഞാൻ ഫ്രണ്ട് ആപ്പിലാണ് ആ ഒരു രീതി കണ്ടിട്ടുള്ളത്. ഫ്രണ്ട് ആപ്പിൻ്റെ പരസ്യങ്ങൾ കാണുമ്പോഴാണ് ആ ഒരു രീതി കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യരുത്, ഫ്രണ്ട് ആപ്പ് എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായി പോകും. ആ സൗഹൃദങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ ലോകം ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യരുത്, ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞൊരു രീതി. ആ രീതിയിലാണ് ഫസ്മിന ഇവിടെ ഈ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ ആ ആപ്പിൻ്റെ പേരും വയ്ക്കില്ല, ഫസ്മിനയുടെ പ്രൊമോ കോഡ് വരെ അതിനകത്ത് വെച്ചിട്ടുണ്ട്, അതും ഞാൻ കാണിക്കില്ല. ഓക്കെ, അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ലെവലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഫസ്മിനയാണ് ഇവിടെ ഒരാളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. നമുക്കെന്തായാലും ഫസ്മിനയുടെ ആ ഒരു കലാവിരുദ്ധ ഇവിടെ കാണാം. ആൻഡ് ഓൾസോ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോ എനിക്ക് ഇങ്ങനെ ഒരു ബെറ്റിംഗ് സൈറ്റിൻ്റെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. എന്നാണ് സൈറ്റിൻ്റെ പേര്. അപ്പം ഇതിൽ കയറി പൈസ ഇട്ടാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരു ഗ്യാരൻറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ പൈസ ഇടാണ്ടിരിക്കുക. ആൻഡ് എൻ്റെ കോഡ് ഉപയോഗിച്ചാൽ പൈസ കിട്ടും, അല്ലെങ്കിൽ ഇതാവും, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറയും. ബട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടത്തില്ല. ആൻഡ് ഓൾസോ ഇതുവഴി നിങ്ങൾക്ക് സൈറ്റ് സെക്യൂർ ആണ്, സേഫ് ആണ്, 24 hour ക്യാഷ് ഡിപ്പോസിറ്റ് ഉണ്ട്. മാത്രമല്ല അവർ 24 hours അവൈലബിൾ ആണ്. ആൻഡ് ഇത് മറ്റേ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ കളിക്കാൻ പറ്റുമെന്ന് പറയും. ബട്ട് ഞാനിതൊരിക്കലും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. സോ ഇങ്ങനത്തെ ഒന്നും സൈറ്റിൽ നിങ്ങൾ കയറാണ്ടിരിക്കുക. കണ്ടല്ലോ, ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ വേറൊരു വേർഷൻ. ഇതിനൊന്നും കുഴപ്പമില്ല, ഫസ്മിനയ്ക്ക് എന്തും ആവാം. ആളുകളെ പറ്റിക്കുന്ന ലെവലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാം. ഇതൊരു തരം ഹണി ട്രാപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ അക്ബറിനോട് കാണിച്ചത്. അതായത് അങ്ങോട്ട് ചാറ്റ് ചെയ്തത്, അത് ഫസ്മിനാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ഫസ്മിനെ അല്ല ചാറ്റ് ചെയ്തത്. പക്ഷേ എവിടേക്കും എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. വോട്ടെവർ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഫസ്മിനയ്ക്ക് ഡീൽ ചെയ്യാമായിരുന്നു. അക്ബറിൻ്റെ ഫിയാൻസി അല്ലെങ്കിൽ അക്ബറിൻ്റെ വൈഫായിട്ടുള്ള ആ കുട്ടിയോട് മെസ്സേജ് അയച്ച് അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയം എക്സ്പോസിങ്, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണല്ലോ എക്സ്പോസിങ്, ആ ലെവലിലേക്ക് വലിച്ച് സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടു. ഓക്കെ, ഇനി ഫസ്മിനയുടെ മറ്റൊരു കരവിരുതാണ് ഞാൻ ഇവിടെ കാണിക്കുന്ന സ്ക്രീൻഷോട്ട്. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ. ആ സ്ക്രീൻഷോട്ടിൽ ഫസ്മിനയുടെ മൊഴിമുത്തുകൾ കാണാം. ഇത് ഫസ്മിന ഒരാൾക്ക് അയച്ച മെസ്സേജാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമ്മാതിരി സംസാരിക്കുന്ന ഫസ്മിനെയാണ് വീഡിയോയിൽ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവനവൻ്റെ കണ്ണിലെ കരണ്ടെടുത്തിട്ട് പോരെ മറ്റവൻ്റെ എടുക്കാൻ പോകാൻ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫസ്മിന നല്ലൊരു കുട്ടിയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.